പഞ്ചാബിലെ വോട്ടർമാർ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ തുണച്ചു. ലുധിയാന വെസ്റ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AAP നേതാവും രാജ്യസഭാ അംഗവുമായ സഞ്ജീവ് അറോറ ജയിച്ചതോടെ ലോട്ടറി അടിച്ചത് അരവിന്ദ് കെജ്രിവാളിനാണ്. കാരണം ഡൽഹിയിൽ തോറ്റതോടെ വെറുതെ വീട്ടിലിരിക്കുന്ന കെജ്രിവാളിന് രാജ്യസഭയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് ലുധിയാന വെസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാജ്യസഭാ അംഗമായ സഞ്ജീവ് അറോറയെ എത്തിച്ച് AAP സ്ഥാനാർത്ഥിയാക്കിയത്. ജയിച്ചാൽ മന്ത്രിസ്ഥാനമായിരുന്നു വാഗ്ദാനം. ജയിച്ചതോടെ അറോറ രാജ്യസഭാ അംഗത്വം രാജിവെക്കും. ഈ ഒഴിവിൽ അരവിന്ദ് കെജ്രിവാളിന് ഇനി രാജ്യസഭാ അംഗമാവാം. ഒരുപക്ഷെ അറോറ മാറാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ 2027 വരെ കെജ്രിവാളിന് കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. BJP സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട് ഇവിടെ കോൺഗ്രസിന്റെ ഭരത് ഭൂഷൺ ആണ് 2ാം സ്ഥാനത്തെത്തിയത്. ജീവൻ ഗുപ്ത എന്ന BJP സ്ഥാനാർത്ഥി ഏറെ പിന്നിലായി 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഡൽഹിയിൽ അടപടലം തോറ്റിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് നിലവിൽ കാര്യമായ ജോലിയൊന്നുമില്ല. പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന പഞ്ചാബിലാണ് ഇപ്പോൾ കെജ്രിവാൾ ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രി ആകാൻ പോയിട്ട് ഒരു MLA പോലും ആകാൻ സാധിക്കാത്ത ഗതികേടിലായ കെജ്രിവാൾ ഡൽഹിയിൽ തുടർന്നിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവിലേക്കാണ് പഞ്ചാബിലേക്ക് താമസം മാറിയത്. AAPയുടെ സിറ്റിംഗ് സീറ്റാണ് ലുധിയാന. ഇവിടുത്തെ MLA ആയ ഗുർപ്രീത് ബസ്സി ഗോഗി ജനുവരിയിൽ മരണപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. 2027 പഞ്ചാബിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പും വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഡൽഹിയിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ ആട്ടിയോടിച്ചതോടെ പഞ്ചാബ് തട്ടകമാക്കിയുള്ള നീക്കമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്. ഭഗവന്ത് മാനെ മാറ്റി മുഖ്യമന്ത്രി പദവിയിലേക്ക് കെജ്രിവാൾ കണ്ണുവെച്ചതാണ്. എന്നാൽ അധികാരമോഹി ആണെന്ന ധാരണ ഇത് ജനങ്ങൾക്കിടയിൽ കുത്തിവെക്കുമെന്ന് AAP ഭയന്നു. പിന്നാലെ രാജ്യസഭ MP ആകാനുള്ള നീക്കമാണ് നടത്തിയത്. എന്നാൽ നിലവിൽ AAP പ്രതിനിധിയായി രാജ്യസഭയിലുള്ള ഒരാൾ പോലും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മാറാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വെസ്റ്റ് ലുധിയാന ഉപതെരഞ്ഞെടുപ്പ് വേദിയാക്കുന്നത്. രാജ്യസഭാ MP ആയ സഞ്ജയ് അറോറയെ ഇതോടെ വളഞ്ഞ വഴിയിലൂടെ AAP ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ജയിച്ചാൽ മന്ത്രിസ്ഥാനം എന്ന വലിയ ഓഫറാണ് അറോറയെ മാറ്റി ചിന്തിപ്പിച്ചത്. പിന്നെ എല്ലാം തങ്ങളുടെ നേതാവ് കെജ്രിവാളിന് വേണ്ടിയാണെന്ന ആശ്വാസത്തിൽ അറോറ പോരാട്ടത്തിന് ഇറങ്ങുകയായിരുന്നു. ഒടുവിൽ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അവർ വോട്ടായി നൽകിയതോടെ സഞ്ജീവ് അറോറ ജയിച്ച് നിയമസഭയിലേക്ക് പോവുകയായിരുന്നു. മോദിക്ക് തലവേദന സമ്മാനിക്കാൻ കെജ്രിവാൾ ഇനി പാർലമെന്റിൽ ഉണ്ടാകുമെന്ന ചിന്ത BJPയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്.